തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് ഈ പേരുകൾ, അതായത് ആരൊക്കെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചത് എന്നത് സംബന്ധിച്ചുള്ള പേരുകൾ ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആൾ ചൈനക്കാരനായ ലു എൻലിയാണ്. ലു എൻലി ഗുരുതരമായി പരിക്കേറ്റ വ്യക്തിയാണ്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് ആദ്യം മാറ്റി. രണ്ടാമത്തെ ആൾ തായ്വാൻ സ്വദേശിയാണ്, സോണിറ്റൂർ എസൈനി. രണ്ടാമത് ആംബുലൻസിൽ ഈ തായ്വാൻ സ്വദേശിയായ സോണിറ്റൂർ എസൈനിയാണ് പ്രവേശിപ്പിച്ചത്. പിന്നീട് സു ഫാബിനോ, ചൈനക്കാരനാണ് സു ഫാബിനോ, ഒപ്പം ചൈനക്കാരനായ ഗുബോ ലെനിനോ, ഈ രണ്ടുപേരെയും പിന്നീട് ഇവിടേക്ക് മാറ്റുകയുണ്ടായി. ഒരു മ്യാൻമാർ സ്വദേശിയായ തെയ്ത ഹട്ടെ, ഒപ്പം തന്നെ മ്യാൻമാർ സ്വദേശിയായ ഗൈസ ഹട്ടു, ഈ രണ്ടുപേരെയും കൂടി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഇപ്പോൾ ആശുപത്രിയിൽ 6 പേരെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇത് 2 പേർ ചൈന സ്വദേശികളാണ്, 3 പേർ ചൈന സ്വദേശികളാണ്, 2 പേർ മ്യാൻമാർ സ്വദേശിയാണ്, മറ്റൊരാൾ തായ്വാൻ സ്വദേശിയാണ്. അങ്ങനെ മൊത്തം 6 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 6 പേരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. അതിൽ 2 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അതിൽ ഒരാൾ ചൈന സ്വദേശി, മറ്റൊരാൾ തായ്വാൻ സ്വദേശിയാണ്. അവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അവരെ ഏറ്റവും ആദ്യം ആംബുലൻസിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീടുള്ള ആളുകളെ മൂന്നാമത് വന്ന ആംബുലൻസിലാണ് നിസ്സാരമായി പരിക്കേറ്റവരടക്കമുള്ളവരുള്ളത്. അവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർമാരടങ്ങുന്ന സംഘം വിദഗ്ധ ചികിത്സ ഇവർക്കൊക്കെ നൽകുന്നു എന്നതാണ്. നേരത്തെ തന്നെ, അതായത് പ്ലാസ്റ്റിക് സർജറി അടക്കം ആവശ്യമുള്ള ആളുകളുണ്ടാകും. അങ്ങനെ ഗുരുതരമായി പൊള്ളലേറ്റ ആളുകളാണ് കൂടുതലായും ഉള്ളത്. അപ്പോൾ അവർക്ക് ചികിത്സ ഉറപ്പുവരുത്തുകയാണ് ഏറ്റവും ആദ്യമായി ചെയ്യുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്താൻ ഡോക്ടർമാരുടെ സംഘം തന്നെ തയ്യാറായിട്ടുണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിലാണ് എല്ലാവരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 6 പേരെയാണ്, അതാണ് അതിൻ്റെ കണക്ക്. 6 പേരെയാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിൽ 2 പേരുടെ നിലയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്. അതിലൊരാൾ ചൈന സ്വദേശിയാണ് എന്നതാണ്. അപ്പോൾ അവരെയൊക്കെ തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ച് കൃത്യമായ ചികിത്സ നൽകുന്നു. ആദ്യഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇവർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തുക എന്നതാണ്. ആ ദൗത്യമാണ് വിജയിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാരല്ല, പക്ഷേങ്കിലും നമ്മൾ വളരെ വേഗം അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തി ഇവിടേക്ക് എത്തിക്കാൻ നമ്മുടെ ദൗത്യത്തിന് സാധിച്ചു, INS സൂറത്തിന് സാധിച്ചു എന്നതാണ്. അങ്ങനെ സാധിക്കുക മാത്രമല്ല, അവരെ മംഗളൂരു തുറമുഖത്തെത്തിച്ചു. അവിടെ നിന്നും അതിവേഗം ആംബുലൻസിൽ മംഗളൂരുവിലെ AJ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.